ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ കൊല്ലും. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാടിലെ വൈത്തിരി ടീ ഗാർഡൻ റിസോർട്ടിലാണ് കേട്ടോ. നമ്മളിപ്പം ഒരു 1 മന്ത് ഭയങ്കര എന്താ പറയുക ഹറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യായിരുന്നു. നമ്മൾ ബിസി ആയിപ്പോയി. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ക്ഷീണം തീർക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം ഈ റിസോർട്ടിൽ വന്നിട്ടുള്ളത്. വെറുതെ ചില്ലായിട്ടൊന്ന് കൂളായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഒരു വൺ ഡേക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിസോർട്ടുകൾ ദ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ മേക്ക് മൈ ട്രിപ്പിലൂടെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇത്, ട്രീ ഗാർഡൻ വൈത്തിരി റിസോർട്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വൈത്തിരി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി റിസോർട്ട്സ് തൊട്ടടുത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കോട്ടേജ് പോലത്തെ ഒരു ഹോമാണ്. അപ്പം നമുക്ക് ബാക്കി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വ്യൂവും റൂം ടൂറും ഒക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ്. See you. നോർമൽ പോലെ ഒരു നല്ല വൃത്തിയുള്ള ഒരു റൂമാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വൃത്തിയുള്ള റൂമാണ്. നല്ല എന്താ പറയുക ഇതിൻ്റെ ഡെക്കറേഷൻസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് നോർമലി 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കിങ് സൈസ് ബെഡല്ലേ അത്. പിന്നെ എന്താ പറയുക 2 ഭാഗത്തും ഡ്രോസ് ചെറുത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ലിവിങ് ഏരിയ പോലെ 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഭക്ഷണം ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അവർ ഇങ്ങോട്ട് റൂം സർവീസ് നടത്തുക ചെയ്യാം. അല്ലാതെ ഇവിടെ ഇവർക്കൊരു ഹോട്ടലോ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഡ്രസ്സിങ് ടേബിളുണ്ട്, വലിയൊരു മിററും അതേപോലെ തന്നെ ഒരു കുഞ്ഞു ചെയറും ഉണ്ട്. കോട്ടേജിൻ്റെ അവിടെ നിന്ന് താഴെ ഒരു ചെറിയൊരു സ്ട്രീമുണ്ട്, നാച്ചുറൽ സ്ട്രീം. അതിൻ്റെ അടുത്തേക്കാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്ന് കാണാം നമ്മുടെ കോട്ടേജ് നല്ല ദൂരെയാണ്. ഇത്രയും ദൂരം നമ്മൾ കറങ്ങി നടന്നു വന്നു. മീനൊക്കെ ഉണ്ട് ചെറിയ. ഇറങ്ങി നോക്കാല്ലേ, ഇതുവരെ വന്നിട്ട് ഇറങ്ങാതിരിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ. അത് ഏത് മീനാ? നല്ല നല്ല പ്യൂർ വാട്ടർ അല്ലേ? ക്ലിയർ വാട്ടർ ആണ്. അഖിലേട്ടാ ചെരുപ്പിട്ട് ഇറങ്ങിയാലോ? ചെരുപ്പിട്ട് ഇറങ്ങണോ? ഉണ്ടാവുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം.
ഇപ്പോഴാണ് ഇവിടെ വന്നതിനൊരു എഫക്റ്റ് ഉണ്ടായത്. സിങ്കു ഇതുവരെ എണീറ്റിട്ടില്ല, അതുകൊണ്ട് കിടന്നുറങ്ങുക. ടീ രാവിലെ എണീക്കി, എന്തൊരു അഭിനയം. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ഇപ്പം കാണിച്ചു തരാം. കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. എണീറ്റെന്ന് തോന്നുന്നു സിങ്കു, ഇതൊക്കെ സൗണ്ട് കേൾക്കും. ഇങ്ങോട്ട് നോക്കുന്നേ. കണ്ണ് തുറന്ന് നോക്ക്. പൊളിയല്ലേ? മുടി നോട്ടി വരാം. Skin, you can see it beat, intoxicating your energy. First time in so long you felt the heat, evaporating your bindings. Move like the sunlight, darkness can't hold you here. Bold and bright, push through the atmosphere. This is your dawn, this is your break. Move like the, move like the, move like the sunlight, darkness can't hold you. Bold and bright, push through the atmosphere. This is your dawn, this is your break. Move like the, move like the. ഹലോ, നമ്മളത് രണ്ടാം ദിവസമാണ് കേട്ടോ ഇത്. രണ്ടാം ദിവസത്തിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറി ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഒത്തിരി ഡെസ്റ്റിനേഷൻസ് നോക്കി കേട്ടോ. കുറുവ ദ്വീപ് നോക്കി, അതുപോലെ തന്നെ ചേംബ്ര ഹിൽസ് അല്ലേ, ചേംബ്ര ഹിൽസ് പീക്ക് നോക്കി. പക്ഷേ അവിടെ ഒന്നും ഇപ്പം പോകാൻ പറ്റിയൊരവസ്ഥയല്ല. കാരണം അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കണം എന്തൊക്കെയോ ഇഷ്യൂ കാരണം. അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിയാണ്, നമുക്ക് ലക്കിടി എത്തുന്നതിന് മുന്നെയാണ് തുഷാരഗിരിയിലോട്ട് പോകാനുള്ള ആ ഒരു എന്താ പറയുക വഴി നമ്മൾ വരുമ്പോൾ ശ്രദ്ധിച്ചത്. അപ്പം തുഷാരഗിരി വാട്ടർഫാൾസ് കാണണമെന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ നിന്ന് ഏതാണ്ട് 1 മണിക്കൂറല്ലേ, എത്ര കഷ്ടിച്ച് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ദൂരമുണ്ട് ബാണാസുര സാഗർ ഡാമിലേക്ക്. അപ്പം അവിടെ എന്തൊക്കെയോ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ കേട്ടു. അപ്പം അവിടെ ഒന്ന് പോവാണ്. അപ്പം അങ്ങോട്ട് പോണ വഴിയിലാണ്. ഇതിപ്പോൾ എത്തിയിട്ടില്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോണ വഴി ഇവിടുന്ന് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ അടിച്ച് വരണം. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാണാസുര ഡാമിലേക്ക് പോണത്. നമുക്ക് റൈറ്റ് സൈഡ് കട്ട് ചെയ്താലാണ് നമ്മുടെ തിരിച്ചുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള റൂട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു, ആ റൂട്ടാണ് നമ്മുടെ വെള്ളച്ചാട്ടം, തുഷാരഗിരി വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ പോയി ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ച് പോണ വഴിക്ക് നമുക്ക് തുഷാരഗിരി വാട്ടർഫാൾസിൽ കയറാന്ന് വിചാരിച്ചു. ഉറപ്പില്ല, കാരണം ഇപ്പം ഇവിടുന്ന് എപ്പോഴാണ് നമ്മൾ ഇറങ്ങണേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പോയി നോക്കാം. അവിടെ ബാണാസുര സാഗർ ഒരു വട്ടം ഞങ്ങൾ പോയതാണ്, പക്ഷെ അവിടെ ഇപ്പം എന്തൊക്കെയോ എന്താ പറയുക ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോയി നോക്കണം. ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ടെമ്പററി അവൈലബിൾ ആണ്, അങ്ങോട്ട് കടത്തി വിടില്ല എന്നാണ് പറയണേ. അപ്പോൾ ഇപ്പോൾ ബാണാസുര സാഗറിൽ പോയിട്ട് അവിടുന്ന് ഇറങ്ങുന്ന ടൈമിനനുസരിച്ചിട്ടേ ഞങ്ങൾ തുഷാരഗിരി വാട്ടർഫാൾസിൽ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ലാത്ത കാര്യമാണ്, കാരണം പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ലല്ലോ. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവ് ചെയ്യുന്നത് അഖിലേട്ടനാണ്. അഖിലേട്ടൻ എന്താ ഒന്നും പറയാനില്ലേ? പിന്നെ എന്നോട് പറയാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയാതിരിക്കോ? ഇത് കണ്ടില്ലേ, എല്ലാം എന്റെ തലക്കിടും. കാരണം എന്നോടാണ് കേട്ടോ പറയാ, സംസാരിക്കുക എന്നിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയും, എല്ലാരും പറയും ചേട്ടനൊന്നും സംസാരിക്കാനില്ല, ചേട്ടനൊന്നും സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നില്ല. ഈ മനുഷ്യനെ സംസാരിക്കാൻ അറിയാത്തതിന് ഞാൻ എന്താ ചെയ്യും? കണ്ട ഒക്കെ എന്റെ തലയ്ക്ക് കുറ്റിർന്ന കണ്ട. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഫൈനലി നമ്മൾ ബാണാസുര സാഗറിൽ എത്തിയിരിക്കുകയാണ്. വന്ന ഉടനെ തീറ്റി തുടങ്ങി. അഴുകിയാണ് ഈ കണ്ണട കേട്ടോ, കണ്ടപ്പം വെറുതെ മേടിച്ചതാണ്. ഇനി കുറച്ച് ദൂരം നടക്കാറുണ്ട്, അതിന് റെന്റിന് നമ്മളൊരു കുട അവിടെ നിന്ന് മേടിച്ചു. അല്ലെങ്കിൽ എന്റെ തല പുകഞ്ഞ് ഞാൻ അടുത്തത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. ഇനി ഇതാണ്ട് ആൾക്കാർ പോണത് പോലെ നമ്മളും പോകണം. എന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ കൈതച്ചക്ക ഉപ്പിലിട്ടത്. നല്ല എരിവുള്ള മുളകും ഞാൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ചീനാപ്പറങ്കി മുളക്. അത് മേടിച്ചിട്ട് കൊണ്ടുപോകണം. നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ വെയിൽ ഈ സമയത്ത് വന്നാൽ വെയിലുണ്ടായിരിക്കും നമുക്ക് അറിയായിരുന്നു, പക്ഷെ വേറെ നിവർത്തിയില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ വന്നാൽ. അതുകൊണ്ട് ഇവിടെ പുതിയ എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഫൺ ഫാന്റസി, ഈ പിള്ളേർക്ക് കളിക്കാനുള്ളതും ഹൊറർ ഹൗസും ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മള് അങ്ങോട്ട് പോവാം. I know the sadness that cripples you. It comes in waves and out of the blue. But there are days you feel freedom too. Bask in the glorious lightning. Move like the sunlight. Darkness can't hold you here. Bold and bright, push through the atmosphere. This is your dawn, this is your break. Move like the sunlight. Darkness can't hold you here. Bold and bright, push through the atmosphere. This is your dawn, this is your break. Move like the move like the ഞാൻ നുസ്റ്റു നിർത്തിയിട്ട് വരാം. നൊസ്റ്റാൾജിയ. അവിടെ ഒരു ചെറിയ ചെറുതായിട്ട് കിട്ടി, അത് പോയിട്ട് ആടിയിട്ട് ഭാര്യ ഊഞ്ഞാലാട്ടുകയാണ്. ഇത്രയും വലിയ പോത്ത് പോലത്തെ ഭർത്താവിനെ ഞാൻ ആട്ടിക്കൊണ്ടിരിക്കും. കിനാവു തന്ന പൊന്മണി നീലയെങ്കിലെന്നിലെ പ്രകാശനീ
സോറി അറിയില്ല. ഇത് കൂടെ ഒക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനെ സോളോ ആയിട്ട് പാട്ട് പാടിയൊക്കെ നടക്കാൻ തോന്നുക. വേണമെങ്കിൽ ഞാനും കൂടെ പാടാം. അത് വേണോ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകിനിയല്ലേ എൻ്റെ ഉന്മാദം നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഇന്നും ഒരു പുഴയാ ആരാധിക്കേ. കൈയടിക്കാറില്ല. സിംഗുവിന്റെ പാട്ട് ഇനി അടുത്ത ആർക്കെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത സിംഗു പാടൊന്നുമില്ല, വെറുതെ ഞാൻ ആയിക്കൂടെ പാടി നടന്നത് ഈ മനുഷ്യൻ എടുത്തതാണ്. വെറുതെ ഇങ്ങനെ ഇരുന്ന് മൂളൊന്നല്ലാതെ. വരുന്ന വഴിക്ക് തുഷാരഗിരി 5 കിലോമീറ്റർ എന്ന് കണ്ടു. അപ്പൊ നമ്മള് കേറുന്നില്ലാന്ന് വിചാരിച്ചതാണ്, പോവാൻ ടൈം ഉണ്ടാവില്ലാത്തോണ്ട് പോവില്ലാന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തായാലും വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. പിന്നെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. ഇതിലാണെങ്കിൽ 10%, സിംഗുവിന്റെ 13. ഡെഡ് ആവാൻ പോവാ. സത്യത്തിന് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്താട്ടോ അവിടെ നമുക്ക് ഇറങ്ങി കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം അല്ലേ. നല്ലൊരു കയറ്റം ഉണ്ട്, അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി അവിടെ എത്തുമ്പോഴേക്കും തോന്നുന്നത് അടയ്ക്കും. ക്ലോസിംഗ് ടൈം എത്രയാ? 5 മണി വരെയാണ്. ഇപ്പൊ 5 മണി ആയി. 6 മണി വരെ അനുവദിക്കും ഇവിടെ എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് 30 രൂപ എൻട്രി, പിന്നെ കാർ പാർക്കിങ്ങിന് 40. എന്തായാലും അവിടെ പോയിട്ട് പറ്റുമെന്ന് വീഡിയോ എടുക്കാം. ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ടല്ലോ. ഒന്നാം വെള്ളച്ചാട്ടം. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ കുറവാണല്ലേ? ഉണ്ട്. ആ പൊന്മുടിയുടെ താഴെ മീൻമുട്ടി നമ്മുടെ ഇവിടെ കുറെ അടുത്തുണ്ടല്ലേ. ആ, ഇവിടെ കുറെ അടുത്തില്ല. മീൻ വെള്ളം ഉണ്ട്. അതുപോലെ എന്താ പറയാ, തൃശ്ശൂരടുത്ത് നമുക്ക് എല്ലായിടത്തേക്കും പോയി വരാവുന്ന ദൂരേ ഉള്ളൂ. അതുകൊണ്ട് കുളിക്കുന്നു. ഇതാണ് ഒന്നാം വെള്ളച്ചാട്ടം. വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ. എനിക്കറിയില്ല, ഒരാൾ വാച്ചിട്ടിട്ടാണ് കുളിച്ചെത്ര നേരം. വാട്ടർ പ്രൂഫ് ആയിരിക്കും. എനിക്ക് തോന്നണില്ല, വാട്ടർ കണ്ട ഉടനെ ആക്രാന്തത്തിലെടുത്ത് ചാടിയതാണ്. ഒരാള് ഈ മരത്തിന്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. ഇതിനുള്ളിലോട്ട് പോവാ, നല്ല രസം. ഇതിനുള്ളില് ഫുള്ള് ബോർഡ് പോലെയാണ് പോണത്. വായോ ഈ വഴി ആ വഴി ഞാൻ എങ്ങനെ കയറും? ആയിരിക്കുന്നത് ഒരു മലയണ്ണാനാണ് കേട്ടോ. ഞങ്ങളിപ്പം വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ്. ഒരു പൂസലും ഇല്ലാതെ പല തരത്തിലെ വട്ട് കണ്ടിട്ടുണ്ട്. നോക്കിയോ, എന്ത് കാട്ടണം. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വന്ന ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ് റൂം. വെള്ളം കണ്ട ആർക്കാ ചാടാൻ തോന്നാത്തെ? എല്ലാവർക്കും തോന്നും. നമുക്ക് പോവാം. അത് ശരിക്കും സീസൺ ആവുന്ന സമയത്ത്, മഴയുള്ള സമയത്ത് വന്നിട്ട് കാര്യമുള്ളൂ. പക്ഷെ മഴയുള്ള ടൈമിൽ ഇങ്ങോട്ടുള്ള എൻട്രി ബുദ്ധിമുട്ടാണോ ഇല്ലയെന്നുള്ള അറിയില്ല. കാരണം
കുത്തിയൊലിച്ച് വരില്ലേ വെള്ളം. ആ സമയത്ത് അതിനേക്കാൾ കൂളായിട്ട് ഇങ്ങനെ വന്ന് കണ്ടു പോണതാണ് നല്ലത്. നമുക്ക് ഇറങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് ഈ വഴിയൊക്കെ ഇറങ്ങി ഈ വഴിയൊക്കെ വരായിരുന്നു. അങ്ങനെ നമ്മള് തിരിച്ച് ട്രിപ്പ് അവസാനിച്ചു. നമുക്കിനി എന്ന് പറയാനൊന്നുമില്ല, വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാലേ നമ്മൾ. അല്ലാണ്ട് അതുകൊണ്ട് ഹൈ ഡെസ്റ്റിനേഷൻസ് വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്താനില്ല. നമ്മൾ ജസ്റ്റ് കൂളായിട്ട് പോയ സ്ഥലങ്ങൾ മാത്രമേ കാണിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മറ്റൊരു ഡെസ്റ്റിനേഷനുമായി നമുക്ക് വീണ്ടും കാണാം.